അടുത്തടുത്ത് വാങ്ങുന്ന പാർലറിലേക്കാട്ടും അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അണ്ടർആംസിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അണ്ടർആംസിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് ഒക്കെ മാറ്റി സ്ലീവ്ലെസ് ഇടാനായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്തവർക്കൊക്കെ അണ്ടർആംസിലെ ഡാർക്ക്നെസ് ഒക്കെ മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുമാത്രമല്ല കേട്ടോ, ബാക്കി വരുന്നത് നമുക്ക് ഇതുപോലെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു ഐസ് ക്യൂബ് എടുത്ത് മസാജ് ചെയ്യാവുന്നതാണ്. അമേസിങ് റിസൾട്ടായിരുന്നു കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി കണ്ടോ, സ്പൂൺ വെച്ചങ്ങോട്ട് പഠിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിൽ ഫൗണ്ടേഷൻ ഇട്ട പോലെ ഇരിക്കുന്നത്. ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ഇന്നൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാനൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. നമ്മൾ ഡെയിലി ഒരുവിധം വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, പക്ഷേങ്കിൽ ഇന്ന് എനിക്ക് ഇത്തിരി ഹറി ബറി ആയിട്ടുള്ള ദിവസമാണ്. നാളെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാൻ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ നാളത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കിന്നൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ബ്രൈറ്റൻ ആക്കാനൊക്കെ പറ്റുന്ന ഒരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ സെറ്റാക്കി വെക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു പാക്ക് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഈ ചാനലിൽ ഈ ഒരു പാക്ക് ഒരു വട്ടം പോലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടില്ല. അതായത് ഇതിലെടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഹൈ റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. എന്നാലും നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആവുന്ന ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് കണ്ടിട്ടുള്ള വീഡിയോസിലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ഇന്നൊരു പാക്ക് ഉണ്ടാക്കുന്നത്. എനിക്ക് ഉറപ്പാണ് ഈ പാക്ക് 100% നല്ലൊരു റിസൾട്ട് തരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ലൈവായിട്ട് മീൻസ് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കൊക്കെ നല്ല സ്കിന്നിൽ നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്ക് എനിക്ക് വേണം, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പാക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡെയിലി നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു പാക്കാണ്. നമുക്ക് ഈ പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ അതിന് വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഈ ഒരു പാക്ക് നമുക്ക് എക്സസ് ആയിട്ട് ബാക്കി വരുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. മാത്രമല്ല ഈ പാക്ക് നമുക്ക് തണുത്തത് ഉണ്ടാക്കിയതിന് ശേഷം തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം മാത്രം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ തണുപ്പിക്കാൻ സമയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇടണമെങ്കിൽ ഇടും ചെയ്യാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഈ പാക്കൊന്ന് തണുത്ത് കിട്ടും. തണുത്തിട്ട് ഫേസിൽ ഇടുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം കണ്ടിട്ട് വരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മെയിനായിട്ട് ഈ ഒരു പാക്കിൽ വരുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ്സ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഡേറ്റ്സ് ആണ്. നിങ്ങൾ എടുക്കുന്ന ഡേറ്റ്സ് ഇത്തിരി ഹാർഡാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവർനൈറ്റ് നമ്മൾ എന്തായാലും ഡേറ്റ്സ് സോക്ക് ചെയ്യണം. അതിന് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് ജാഗ്രിയാണ്, ശർക്കര. ഇതിങ്ങനെ നന്നായിട്ട് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി. ഈ ഒരു പാക്കിന് നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കൈ വെച്ച് തന്നെ എടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ഡേറ്റ്സ് ഓവർനൈറ്റ് സോക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റോളം മൂടി വെച്ചാലും മതി. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന 1 ടീസ്പൂൺ റൈസ് പൗഡറാണ് കേട്ടോ, പച്ചരി പൊടിച്ച പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരി പൊടിച്ച പൊടിയിൽ അരി വെള്ളത്തിലിട്ടിട്ട് ഈ ഡേറ്റ്സ് അരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഡേറ്റ്സിൻ്റെ പുറത്തെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലത്തെ അതിൻ്റെ സ്കിൻ ഇങ്ങനെ ഇളകി വരും, കുതിർന്ന് വരും. അതും അതിൻ്റെ സീഡും കൂടെ മാറ്റിയിട്ട് ജസ്റ്റ് കണ്ടോ, ഇത് അങ്ങനെ വിരൽ വെക്കുമ്പോഴേക്കും ഇങ്ങനെ മാഷായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാഷർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. അത് ചെറുതായിട്ട് ഇത്തിരി കട്ടിയുള്ള പോർഷൻസൊക്കെ ഉണ്ടാവും, എത്ര സോക്കായാലും. ഇനി നിങ്ങൾക്ക് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ അരച്ചുകൊണ്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ. അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം, ഫൈനായിട്ട് അരച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. അതാകുമ്പോൾ ഇച്ചിരി ലൂസാവും, അതാണ് ഞാൻ അരയ്ക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പാലും കൂടെ ആഡ് ചെയ്യണം. മിക്സിയിൽ വെച്ച് അരയ്ക്കുമ്പോൾ ഇച്ചിരി പാലും കൂടെ ഒഴിക്കുമ്പോൾ ഇത്തിരി ലൂസാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ജാഗരി കൂടുതൽ പൊടിച്ച് ചേർത്താൽ മതിയിട്ട്, ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ മതി. ഇതിലോട്ട് ഞാൻ ഒഴിക്കുന്നത് പശുവിൻ്റെ പാലാണ്, റോ മിൽക്കാണ് കേട്ടോ, പച്ച പാലാണ്, കാച്ചിയ പാലൊന്നുമല്ല, തണുത്ത പച്ചപ്പാലാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഡൗട്ടൊന്നും വേണ്ട, കോക്കനട്ട് മിൽക്കൊന്നും എടുക്കരുത് കേട്ടോ. പശുവിൻ്റെ പച്ചപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് പാല് ഇച്ചിരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായും കിട്ടും. അതുപോലെ തന്നെ ഈ പാക്ക് ഈ നമ്മൾ ഡേറ്റ്സൊക്കെ നന്നായിട്ട് മെൽട്ടായി സ്പൂണിൻ്റെ ആ ബാക്ക് വശം വെച്ച് നമ്മളൊന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ പൊട്ടറ്റോ മാഷറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, സ്പൂൺ തന്നെ ധാരാളമാണ്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് പാക്ക് നല്ല കൺസിസ്റ്റൻസി, ഈ ഒരു കൺസിസ്റ്റൻസി തിക്കിൽ വേണം എടുക്കാനായിട്ട്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. നിങ്ങൾ ഫേസിൽ
യാതൊരു തരത്തിലുള്ള അഴുക്കും നമ്മൾ ഏതൊരു പാക്ക് ഇടുമ്പോൾ ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് നല്ലൊരു ക്ലെൻസർ ഇട്ട് തന്നെ വാഷ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പോൾസ് ഉണ്ട്, അറിയാലോ, ഓപ്പൺ പോൾസ് ഒരുപാട് ഉണ്ടാവും. ഒരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക, അല്ലാന്നുണ്ടെങ്കിൽ മുഖം കഴുകിയതിന് ശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു ടവൽ മുക്കിയിട്ട് മുഖത്തൊന്ന് 1-2 സെക്കൻഡ് ഒന്ന് വെക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്കിന്നിലെ എല്ലാ പോൾസും ഓപ്പൺ ആവും. ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ പാക്ക് ഇടുമ്പോൾ പാക്ക് പെട്ടെന്ന് ഉള്ളിലോട്ട് അബ്സോർബ് ആയിട്ട് നല്ല റിസൾട്ട്, ഫാസ്റ്റിംഗ് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഏതൊരു പാക്ക് ഇടുമ്പോഴും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഫേസൊക്കെ കഴുകി ടവൽ വെച്ചിട്ടൊക്കെ ഒന്ന് ഇളം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് നേരമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇരിക്കുന്ന മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തലേദിവസം കുതിർത്തി ഡേറ്റ്സ് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സോക്കായി കിട്ടും. ഇനിയിപ്പോൾ തലേദിവസം കുതിർത്താൻ നിങ്ങൾക്ക് സമയം ഉണ്ടായില്ല, ഇന്ന് തന്നെയാണ് ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഇനി നാളെ രാവിലെയാണ് പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ സമയം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറോളം, ഒന്നിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം എടുക്കുക. അതിലോട്ട് ഒരു 10 മിനിറ്റ് ഈ ഡേറ്റ്സ് ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോക്കായി കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മേലത്തെ ആ ഒരു പീലൊക്കെ പൊളിച്ചിട്ട് മാഷ് ചെയ്തെടുക്കാം കേട്ടോ. കൈകൊണ്ട് തന്നെ മാഷ് ചെയ്താൽ കിട്ടുന്നതാണ്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഈ പാക്ക് നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് നമ്മൾ നമുക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റുന്നോ അത്രയ്ക്കും വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ മിനിമം വെക്കുക. 45 മിനിറ്റൊക്കെ വെക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് എത്ര സമയം ഫേസിലിരിക്കുന്നോ അത്രയ്ക്കും നല്ലതാണ്. ഇനി ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ ഫേസൊക്കെ നന്നായിട്ട് ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് തുണി വെച്ചൊന്ന് ഇതാക്കി എടുത്തിട്ട് നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല കട്ടിക്കാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒട്ടും തന്നെ പിഷ്കതരം കാണിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് കട്ടിയിൽ നല്ല തിക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ 2 ലെയറായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒറ്റ ലെയർ തന്നെ മതി. ഇതിൻ്റെ ഒരു സാധാരണ പാക്കുകളെ വെച്ച് കൂടുതൽ ടൈം നമ്മളിത് ഫേസിൽ വെക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ രാത്രിയൊക്കെ ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പോയി കഴുകേണ്ടൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരും. അല്ലാന്നുണ്ടെങ്കിൽ റൂമിൽ അടച്ചിട്ട് അല്ലെങ്കിൽ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. ഇത് നമുക്ക് ഹോൾ ബോഡി ഇടാം. നമുക്ക് അണ്ടർ ആംസിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ്. ഒരു അണ്ടർ ആം സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ചെയ്യാം കേട്ടോ. 1-2 പേരൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി അണ്ടർ ആം സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുമെന്ന്. അണ്ടർ ആംസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറയും കേട്ടോ. ഈ പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ബോഡി സ്ക്രബ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള പാക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. റോൾ ഓൺസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എക്സസ് ആയിട്ട് വരുന്നത്, നമുക്ക് ഇതുപോലെ ഐ സ്റ്റൈൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫേസിൽ ഇപ്പോൾ പെട്ടെന്നൊക്കെ പുറത്തൊക്കെ ഒന്ന് പോയി വന്നിട്ട് ഒരു മസാജിങ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് നമ്മൾ എണീക്കുന്ന സമയത്ത് ഒരു ക്യൂബ് വെച്ച് ഇട്ടതിന് ശേഷം പിന്നെ ഇത് വെള്ളമാവില്ല നന്നായിട്ട് കേട്ടോ. ഇത് ഇത്തിരി നേരം 10-15 മിനിറ്റൊക്കെ ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്യാം. ഇത് ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറോളം ഞാൻ ഫേസിൽ വെച്ചിട്ടുണ്ട്. മിനിമം ഒരു 30 മിനിറ്റ് വെക്കാം കേട്ടോ. ഇനി നമ്മൾ പച്ചപ്പാലുണ്ടല്ലോ ബാക്കിയുള്ളത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെറിയൊരു 2 സെക്കൻഡ്, ഒരു 2 മിനിറ്റ് 10 മിനിറ്റൊക്കെ മസാജ് ചെയ്തിട്ട് വടിച്ചെടുക്കാം കേട്ടോ. വടിച്ചെടുക്കാമെന്ന് പറഞ്ഞാലേ കഴുകണേക്കാട്ടും നല്ലത് ഇതേപോലെ സ്പൂൺ വെച്ച് നമുക്ക് റിമൂവ് ചെയ്യുമ്പോഴാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് റിമൂവിങ് അല്ലെങ്കിൽ പാക്ക് റിമൂവിങ് അങ്ങനത്തെ പാഡൊക്കെ കിട്ടില്ലേ, അത് വെച്ച് ചെയ്യാം. നല്ലൊരു ഗ്ലോയിങ് റിസൾട്ടാണ് കേട്ടോ. ആക്ച്വലി ഇതുപോലുള്ള പാക്കുകൾ ഒരുപാട് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഇതൊന്നും ഇല്ല കേട്ടോ. ആ പാക്കിലൊക്കെ ഒരു ഫൗണ്ടേഷൻ ഇട്ട ഒരു ഫീലൊക്കെയാണ്, എന്നാലും നല്ലൊരു റിസൾട്ടാണേ. ഫസ്റ്റ് ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് റിമൂവ് ചെയ്യുക. ഈ പാക്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന നമ്മളുടെ ബോഡിയിലുള്ള കളറുണ്ടല്ലോ, അതായത് നമ്മൾ ഡ്രസ്സ് ഇടുന്ന ആ സ്ഥലത്തൊക്കെയുള്ള നമ്മുടെ ആ കളറുണ്ടല്ലോ, ആ കളറ് നമുക്ക് ഈ പാക്ക് ഡെയിലി ഇടാണെങ്കിൽ കിട്ടും. അതായത് മുഖം വേറെ കളറാണ്, നമ്മളുടെ ഡ്രസ്സ് ഈ വയറിൻ്റെ ഭാഗമൊക്കെ നോക്കിയാൽ അറിയാം. ആ ഒരു കളറും നമ്മുടെ ഇന്നർ പോർഷനിലുള്ള ആ കളറിലോട്ട് നമുക്ക് ഈ പാക്ക് ഇടുവാണെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ വാഷ് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗ്ലോയിങ് ആണ്, നല്ല ഹെൽത്തിയാണ്. നമ്മൾ ബേബി സ്കിന്നൊക്കെ പോലെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫേസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. നാളത്തെ ഫംഗ്ഷന് പോകാനായിട്ട് ഞാൻ എൻ്റെ ഫേസിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാർലറിൽ പോയിട്ട് ഒരു ഫേഷ്യലിൻ്റെ ഒരു ക്ലീനപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പൈസയൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് ആയിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്തിരുന്നത്. നല്ല റിസൾട്ടാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്ലോ, ഈ ഒരു വൈറ്റനിങ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത്തിരി അധികം ഉണ്ടാക്കി വെച്ച് 2 ദിവസത്തേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് മടിയൊന്നും കൂടാണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അണ്ടർ ആംസിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അണ്ടർ ആംസിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് ഒക്കെ മാറ്റി, സ്ലീവ്ലെസ് ഇടാനായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്തവർക്കൊക്കെ അണ്ടർ ആംസിലെ ഡാർക്ക്നെസ് ഒക്കെ മാറ്റി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കിട്ടിലും റിസൾട്ടാണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.